ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഞങ്ങൾ ഈ സൈറ്റിൽ ഏറ്റവും ലാസ്റ്റത്തെ വർക്കാണ്. അതായത് മെയിൻ ചുമര് കംപ്ലീറ്റും പ്ലാസ്റ്റർ ചെയ്ത് ഇന്ന് തീരും. അപ്പോൾ ഇന്ന് ഈ ഒരു ഭിത്തിയും കൂടിയേ ഉള്ളൂ നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഭിത്തി ഞാൻ തേച്ചതിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ആ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ മുകളിലത്തേക്കാളും ഏരിയ കൂടുതലാണ് കേട്ടോ. കാരണം മുകളിൽ 9 അടി ഹൈറ്റ് ആയിരുന്നു, ഇത് താഴത്തത് ഏകദേശം 11.5 അടി ഹൈറ്റ് ഉണ്ട്. ഇത്രയും ലെങ്ത് ഉണ്ട്, ഇത്രയും ഹൈറ്റ്, 3 എയർ ഹോളുണ്ട്, 2 കോർണർ ഉണ്ട്. അപ്പോൾ ഇന്നും നമ്മൾ പഴയതുപോലെ തന്നെ 2 ഹെൽപ്പറും 1 മേസ്ത്രിയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ഇന്നത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതാണ്. പക്ഷേ നമുക്ക് നല്ല ഏരിയ ഉണ്ട്, അതായത് മേളത്തേക്കാളും നല്ല ഏരിയ ഉണ്ട്. അപ്പോൾ നമ്മൾ ചാരമൊക്കെ കെട്ടി താഴെ നമ്മൾ ഷീറ്റ് വിരിക്കുകയാണ്. അതായത് സിമൻ്റ് ഒന്ന് വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഈ കറുത്ത ഷീറ്റ് വിരിക്കണത്. ഇത് വിരിച്ചില്ല എന്നുണ്ടെങ്കിൽ സിമൻ്റ് അത്രയും വേസ്റ്റ് ആകും. അതുകൊണ്ട് സിമൻ്റ് എല്ലാം നമുക്ക് എടുക്കാൻ വേണ്ടി നമ്മൾ താഴെ ചാക്കൊക്കെ വിരിച്ച് ഗ്രൗട്ട്, നല്ല ലൂസ് ഗ്രൗട്ടാണ് ഒഴിക്കുന്നത് കംപ്ലീറ്റ്. അതായത് നല്ല രീതിയിൽ കവർ ചെയ്താണ് ഗ്രൗട്ട് ഒഴിക്കുന്നത്. അപ്പം കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ 1-2 പേര് എൻ്റെ അടുത്ത് കമൻറ്റ് ചോദിച്ചു, ഈ ഹോളോ ബ്രിക്സിൽ വെള്ളം ഒഴിച്ച് നനയ്ക്കണ്ടേ എന്ന് കമൻറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അവർക്കുള്ള റിപ്ലൈ ആണ്, നമ്മൾ ഹോളോ ബ്രിക്സിൽ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഹോളോ ബ്രിക്സിൽ വെള്ളം ഒഴിച്ച് പ്ലാസ്റ്റർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഈ വെള്ളം പെട്ടെന്ന് പിടിക്കില്ല. അതായത് ഹോളോ ബ്രിക്സിൽ വെള്ളം പതുക്കെ പിടിക്കത്തുള്ളൂ. ഇഷ്ടിക പോലെയല്ല, ഇഷ്ടികയിൽ നമുക്ക് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ നനച്ച ശേഷം മാത്രമേ നമുക്ക് പ്ലാസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഹോളോ ബ്രിക്സിൽ അങ്ങനെ പറ്റില്ല. ഹോളോ ബ്രിക്സിൽ നമുക്ക് എളുപ്പത്തിൽ പ്ലാസ്റ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസം ഓസിട്ട് ഒന്ന് ഏതൊക്കെ ചുമരാണോ നമ്മൾ പ്ലാസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ചുമര് മുഴുവനും ഒന്ന് ഓസിട്ടൊന്ന് അടിച്ചിട്ടിരുന്നാൽ നമ്മൾ അടുത്ത ദിവസം വർക്കിന് വരാൻ നേരത്ത് നമ്മൾ ഗ്രൗട്ട് ഒഴിച്ച് ഇതുപോലെ ചാന്തടിച്ച് പ്ലാസ്റ്റർ ചെയ്യുന്ന നേരത്ത് നമുക്ക് ഒരു ഏരിയ, അതായത് നല്ല നീളത്തിന് നമുക്ക് ചാന്തടിച്ച് കഴിഞ്ഞാൽ ഇത് ഉണങ്ങില്ല, കറക്റ്റ് പരുവത്തിന് നിൽക്കും, നമുക്ക് എളുപ്പത്തിൽ പ്ലാസ്റ്റർ ചെയ്യാൻ പറ്റും. അത് മറ്റേത് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഗ്രൗട്ട് ഒഴിച്ച് പ്ലാസ്റ്റർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു 10 അടി നീളത്തിന് നമ്മൾ ചാന്തടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ചെയ്ത് തീർക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു 3-4 മണിക്കൂർ എടുക്കും. കാരണം അത് ഉണങ്ങി അല്ലെങ്കിൽ തേക്കാൻ, അതായത് നമ്മൾ കരണ്ടി വെച്ച് അത് തേച്ച് ഫിനിഷ് ചെയ്യാൻ നേരത്ത് അത് ഇഴിവി ഇറങ്ങും, താഴോട്ട് വെള്ളം വലിക്കും. അപ്പം ചാന്ത് അത് അവിടെ ക്രാക്ക് പോലെ വന്ന് കിടക്കും, ഒരു ലെവൽ ഫിനിഷിങ് കാണില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഗ്രൗട്ട് ഒഴിച്ചടിക്കുന്നത്. പിന്നെ ഭിത്തിയിൽ നല്ല നനവ്, അതായത് നല്ല നനവ് ഈർപ്പം ചുമരിലുണ്ടെങ്കിൽ നമ്മൾ ഗ്രൗട്ട് ഒഴിച്ചതിന് ശേഷം കുറച്ച് സിമൻറ്റ് പൊടിയും കൂടി അങ്ങ് അടിക്കും. അപ്പോൾ സിമൻറ്റ് പൊടി അടിക്കുമ്പോൾ ആ ഈർപ്പം മുഴുവനും സിമൻറ്റ് പിടിച്ചെടുക്കും. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് 1-2 പേര് ചോദിച്ചായിരുന്നു. അപ്പോൾ അതിന് ആദ്യം തന്നെ ഞാൻ പറയാണ്, ഈ വീഡിയോ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യാതെ കാണരുത്, നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് ഈ വീഡിയോ ഒന്ന് കാണണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെൽ ബട്ടൺ കൊണ്ടൊന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പല ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, പക്ഷേ ബെല്ലൈക്കൺ അത് ഓണാക്കുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് ആർക്കും എൻ്റെ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാത്തത്. അപ്പോൾ ബെല്ലൈക്കൺ ഓണാക്കാൻ ആരും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. കാരണം ഈ വീഡിയോയിൽ കണ്ടൻറ് എന്ന് പറയുന്നത് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമേ പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ ഈ പ്ലാസ്റ്ററിങ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒരുപാട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലെനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഇതുപോലെ വർക്ക് ചെയ്യാൻ മറ്റുള്ളവരെല്ലാവരും ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇതുപോലെ വർക്ക് ചെയ്യാൻ മലയാളിയെ നിൽക്കുള്ളൂ. വേറെ ഒരാൾക്കാരും ഇതുപോലെ നിന്ന് വർക്ക് ചെയ്യില്ല. കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാനിപ്പോൾ ഈ പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇതിൻ്റെ മൊത്തം നീളം എന്ന് പറയുന്നത് 40 അടി നീളമാണ്. 40 അടി നീളം, 11.5 അടി ഹൈറ്റ് ഉണ്ട്. കാരണം ഏറ്റവും താഴെ ഒരു 40 സെൻറ്റിമീറ്റർ ഹൈറ്റിന് ബീം കോൺക്രീറ്റ്, അതിൻ്റെ താഴെ ഒരു 20 സെൻറ്റിമീറ്റർ കരിങ്കല്ല് കെട്ട്. അപ്പോൾ അത് ടോട്ടൽ നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്ത് ഗ്രൗട്ട് വയ്ക്കണം. അപ്പോൾ ഇന്ന് നമുക്ക് ഈ വർക്ക് കംപ്ലീറ്റും ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ എനിക്ക് ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ലൈവായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫോൺ വെച്ച് ഞാൻ എൻ്റെ മൊബൈലിലാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത്.
അപ്പോൾ മൊബൈലിൽ അവിടെ വെച്ച് എൻ്റെ മൈക്ക് എന്ന് പറയണത് ബ്ലൂടൂത്ത് മൈക്കല്ല. ബ്ലൂടൂത്ത് മൈക്ക് കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് എനിക്ക് ലൈവായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഇന്നലെ ഒരാൾ എൻ്റെ അടുത്ത് കമൻറ്റ് ചോദിച്ചു, ചേട്ടാ ലൈവായിട്ടൊന്ന് റെക്കോർഡ് ചെയ്ത് വീഡിയോ എടുക്കുമോ എന്നിട്ട്. തീർച്ചയായിട്ടും ഞാൻ എടുക്കുന്നതായിരിക്കും. അടുത്ത ദിവസം തന്നെ ഞാൻ അങ്ങനെ എടുക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പിന്നീട് ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഈ വർക്ക് എങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന്. കാരണം ഇത്രയും ലെങ്ത് മേൽ ടോപ്പ് കംപ്ലീറ്റ് നമ്മൾ പ്ലാസ്റ്റർ ചെയ്തു, ചാരം പൊളിച്ചു, താഴെയാണ് ഇപ്പോൾ തേക്കുന്നത്. അപ്പം ഒരു മേശിരി നിന്നിട്ട് ഇത്രയും പ്ലാസ്റ്റർ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അതിൽ കൂടുതലൊന്നും പറയണ്ടല്ലോ. കാരണം ഇതിൻ്റെ താഴെ ഇനി ഒരുപാട് നെഗറ്റീവ് കമൻറ്റും കാര്യങ്ങളൊക്കെ വരും. അതിലൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. നിങ്ങളിടുന്ന ഓരോ നെഗറ്റീവ് കമൻറ്റും അതെനിക്ക് പോസിറ്റീവായിട്ടാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, മലയാളി അല്ലാതെ വേറെ ഒരാൾക്കാരും ഇതുപോലെ നിന്ന് വർക്ക് ചെയ്യത്തില്ല. അത് 100% എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണും. ഏകദേശം ഞങ്ങൾ വിചാരിച്ച അത്രയും വർക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ ഇവിടെ കട്ട് ചെയ്തിട്ടിരിക്കുന്നത്, ഇവിടെ ഒരു ബാത്റൂമിൻ്റെ ചുമര് വരും. അപ്പം ബാത്റൂം ഇവിടെ പിന്നീട് കെട്ടുന്നുണ്ട്. അപ്പം ബാത്റൂമിൻ്റെ ചുമര് കെട്ടാൻ വേണ്ടിയാണ് നമ്മൾ 5 അടി നീളത്തിന് വേണ്ടി ഒരു 10 സെൻറ്റിമീറ്റർ, അതായത് ഒരു ഹോളോ ബ്രിക്സ് വെച്ചാണ് കെട്ടുന്നത്, 4 ഇഞ്ചിൻ്റെ. അപ്പോൾ അത് കെട്ടാൻ വേണ്ടിയാണ് നമ്മളിവിടെ കട്ട് ചെയ്ത് വിടുന്നത്. എന്നിട്ട് ഇത് ഓരോ കമ്പി, അതായത് ഓരോ ഹോളോ ബ്രിക്സിൻ്റെ ഇടയിലും ഓരോ കമ്പി അടിച്ച് കയറ്റും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചതുപോലെ ഞങ്ങൾക്ക് വർക്ക് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇത്ര ഹൈറ്റുണ്ട്, 11.5 അടി ഹൈറ്റാണ്. അടിയിൽ ഗ്രൗട്ട് വെച്ചു കംപ്ലീറ്റും പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ചാരത്തുളകൾ നമ്മൾ ചാരം പൊളിച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് അടയ്ക്കത്തുള്ളൂ. കാരണം നമുക്കിപ്പം ചാരം പൊളിക്കാൻ പറ്റില്ല. കാരണം ഫ്രണ്ടിൽ ഒരു ബോർഡുണ്ട്. അപ്പോൾ ആ ബോർഡ് പ്ലാസ്റ്ററിങ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ചാരത്തിൻ്റെ ഒരു പിടുത്തം അത് വേണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഹോളൊന്നും അടയ്ക്കാത്തത്. പിന്നെ ഇതിൻ്റെ എഡ്ജും വർക്ക് നോക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നമ്മൾ അത്രയും നീറ്റ്, ഇവിടെ ഇലക്ട്രിസിറ്റിയുടെ മറ്റേ മീറ്റർ ബോർഡ് വെക്കുന്നത് കൊണ്ടാണ് നമ്മൾ അവിടെ പ്ലാസ്റ്ററിങ് ചെയ്യാത്ത. അവിടെ നിന്ന് അത്രയും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വർക്ക് കാണുമ്പോൾ തന്നെ അറിയാം, അത്രയും നീറ്റ് വർക്കായിട്ടാണ് ഞങ്ങൾ ചെയ്തത്.